നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രണയമായാലും സൗഹൃദമായാലും മറ്റേത് ബന്ധങ്ങളായാലും ഒരാൾക്ക് തുടരാൻ താല്പര്യമില്ലെന്നറിയുന്ന ആ നിമിഷം മുതൽ അതിൽ നിന്നും മാറി നടക്കാൻ നമുക്ക് മനസ്സുണ്ടാകണം. സ്വന്തം കാഴ്ചപ്പാടനുസരിച്ച് പ്രവർത്തിക്കുന്നവരെ ആർക്കും പ്രലോഭനങ്ങളിൽ വീഴ്ത്താനോ ഭയപ്പെടുത്താനോ കഴിയില്ല. നടൻ കൃഷ്ണകുമാറിന്റെ മൂത്ത മകൾ അഹാനയും കുടുംബവും നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില സംഭവങ്ങളിൽ, ചില പ്രശ്നങ്ങളിൽ അവർ കുറ്റക്കാരാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. നടൻ കൃഷ്ണകുമാറിനെ ഞാൻ പരിചയപ്പെടുന്നത് അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ഹോട്ടൽ പങ്കജിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ടിരിക്കുമ്പോഴാണ്. പിന്നീട് അദ്ദേഹത്തെ ദൂരദർശനിലൂടെയും വല്ലപ്പോഴുമൊക്കെ കാണാറുണ്ടായിരുന്നു. സുരേഷ് കുമാർ നിർമ്മിച്ച് രാജീവ് അഞ്ചൽ സംവിധാനം ചെയ്ത കാശ്മീരം എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വരുമ്പോഴാണ് മദ്രാസിലുള്ള സുരേഷ് കുമാറിന്റെ ഫ്ളാറ്റിൽ വെച്ച് ഞങ്ങൾ കൂടുതൽ അടുക്കുന്നത്. കാശ്മീരം എന്ന ചിത്രത്തിലൂടെയാണ് രാജീവ് അഞ്ചലിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന മധുപാലും അഭിനയ രംഗത്തേക്ക് കടന്നു വരുന്നത്. കൃഷ്ണകുമാർ എന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കണ്ടുമുട്ടിയ കാലം മുതൽ എപ്പോഴും എല്ലാ സമയവും അതീവ സന്തോഷവാനായിട്ടിരിക്കുന്ന ആളായിട്ടാണ് കണ്ടിട്ടുള്ളത്. വിവാഹത്തിന് മുമ്പ് വരെയുള്ള എല്ലാ കാര്യങ്ങളും എന്നോട് പങ്കുവയ്ക്കാറുമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിവാഹത്തിന് ശേഷം അത്തരത്തിലുള്ളൊരു അടുപ്പം എനിക്കുണ്ടായിട്ടില്ല. പിന്നീട് അദ്ദേഹം കുട്ടിയും കുടുംബവും രാഷ്ട്രീയവും ഒക്കെയായി തിരക്കിലുമായി. ഞാനും അദ്ദേഹവും വ്യത്യസ്ത രാഷ്ട്രീയ ചിന്താഗതിക്കാരുമാണ്. എന്നിരുന്നാലും കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിഷ്പക്ഷതയും ധാർമ്മികതയും ഉണ്ടായിരിക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ഒരു സിനിമാ പ്രൊമോഷൻ സംബന്ധിച്ചുള്ള വിവാദങ്ങൾ ഉയരുമ്പോഴാണ് നടൻ കൃഷ്ണകുമാറിന്റെ മകൾ അഹാനയുടെ പേര് ചർച്ചാ വിഷയമാകുന്നത്. ജോസഫ് മനു ജെയിംസ് സംവിധാനം ചെയ്ത നാൻസി റാണി എന്ന ചിത്രത്തെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞത് അഭിനയ മോഹവുമായി വന്ന ഒരു അമേരിക്കൻ മലയാളി തുടങ്ങി വെച്ച പ്രോജക്റ്റ് തന്റെ വേഷം ഇഷ്ടപ്പെടാതെ അത് ഉപേക്ഷിച്ച് പോയപ്പോൾ പിന്നീട് മറ്റൊരു നിർമ്മാതാവിനെ തേടിപ്പിടിച്ച് വർഷങ്ങളെടുത്ത് പൂർത്തിയാക്കിയതാണ് ഈ പ്രോജക്റ്റ്. എന്നാൽ ഈ ചിത്രത്തിന്റെ സംവിധായകനായ മനു ജെയിംസ് 2023 മഞ്ഞപ്പിത്തം ബാധിച്ച് 31ാമത്തെ വയസ്സിൽ അകാലത്തിൽ മരണപ്പെടുകയാണ് ഉണ്ടായത്. അജു വർഗീസും അഹാന കൃഷ്ണയുമാണ് ആ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സിനിമയുടെ പ്രമോഷനുമായി അഹാന സഹകരിച്ചില്ല എന്ന ആക്ഷേപവുമായി സംവിധായകന്റെ ഭാര്യ രംഗത്ത് വന്നപ്പോഴാണ് ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ലൊക്കേഷനിൽ നടന്ന അരമന രഹസ്യങ്ങൾ അങ്ങാടിപ്പാട്ടാകുന്നത്. കൃഷ്ണകുമാറിന് 4 പെൺകുട്ടികളാണല്ലോ ഉള്ളത്. അഹാനയെ കൂടാതെ ദിയ കൃഷ്ണ, ഇഷാനി കൃഷ്ണ, ഹൻസിക കൃഷ്ണ, പിന്നെ കൃഷ്ണകുമാറിന്റെ ഭാര്യ സിന്ധു കൃഷ്ണ. ഈ 5 പെൺതരികളുടെ കൂട്ടത്തിലെ ഏക ആൺതരിയാണ് കൃഷ്ണകുമാർ. ഇവരുടെ വീട്ടുപേര് തന്നെ 3 എന്നാണ്. ഈ കുടുംബാംഗങ്ങൾക്കെല്ലാം പ്രത്യേകം യൂട്യൂബ് ചാനലുമുണ്ട്. ചെറുതും വലുതുമായ അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു തുറന്ന പുസ്തകം പോലെ സോഷ്യൽ മീഡിയയിലൂടെ അവർ പങ്കുവെക്കാറുമുണ്ട്. ചുരുങ്ങിയ ഒരു കാലയളവ് കൊണ്ട് തന്നെ അവർ വലിയൊരു ആരാധക വൃന്ദത്തെ നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ ആരംഭകാലം മുതൽ തന്നെ വലിയ സൈബർ ബുള്ളിങ്ങിനും വിമർശനത്തിനും അവർ പാത്രമായിട്ടുമുണ്ട്. പിതാവിന്റെ രാഷ്ട്രീയം പോലും അവരെ അധിക്ഷേപിക്കാനുള്ള ആയുധമാക്കിയിട്ടുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ ഇത്തരം അധിക്ഷേപങ്ങൾക്കെതിരെ അവർ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ അത് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷം മാത്രം. നാൻസി റാണി എന്ന ചിത്രത്തിൽ അഹാനയും സംവിധായകനും തമ്മിൽ പ്രശ്നത്തിന് തുടക്കം കുറിച്ചതിനെ സംബന്ധിച്ച് അഹാന വിശദീകരിക്കുന്നത് ഇപ്രകാരമാണ്. സംവിധായകന് സിനിമ സംവിധാനം ചെയ്യാനുള്ള പരിജ്ഞാനവും ടെക്നിക്കൽ നോളജും ഇല്ല എന്ന് മനസ്സിലാക്കിയ അഹാനയും മറ്റു ചിലരും സംവിധായകനോട് ഒരു അഭ്യർത്ഥന നടത്തി. നല്ല പരിചയ സമ്പന്നനായ ഒരു അസോസിയേറ്റ് ഡയറക്ടറെയും ഒരു പ്രൊഡക്ഷൻ മാനേജരെയും വെക്കണമെന്ന്. ഇനി എന്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ ഞാൻ പറയും അഹാന എത്ര ദീർഘവീക്ഷണമുള്ള ഒരു പെൺകുട്ടിയാണെന്ന്. അത് പറയാൻ എനിക്ക് വ്യക്തമായ അനുഭവവുമുണ്ട്, കാരണവുമുണ്ട്. എന്റെ ആദ്യ ചിത്രത്തിൽ ഇതേ അനുഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട്. ആദ്യ പടം സംവിധാനം ചെയ്തപ്പോൾ ഡിസ്ട്രിബ്യൂട്ടർ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കുറവാണല്ലോ എന്ന്. അതേപോലെ തന്നെ അതിലെ നായകൻ പ്രേം നസീറും എന്നോട് ചോദിക്കുകയുണ്ടായി. ഞാൻ ഉടൻ മറുപടി പറഞ്ഞു, കഴിവുള്ള ടെക്നീഷ്യന്മാരെ വെച്ച് ഞാൻ ആ കുറവ് പരിഹരിക്കുമെന്ന്. ഇത് പറയുമ്പോൾ കഴിവുള്ള സൂപ്പർ അസോസിയേറ്റുകളെ വെച്ച് ആദ്യ പടത്തിന് തന്നെ നാഷണൽ അവാർഡ് വാങ്ങിയ സംവിധായകരും നമ്മുടെ ഇടയിലുണ്ട്. ആ കഥ
എന്നോട് പറഞ്ഞിട്ടുള്ളത് അന്നത്തെ ഏറ്റവും തിരക്കുള്ള പ്രൊഡക്ഷൻ കൺട്രോളർ ലത്തീഫിക്കയായിരുന്നു. അദ്ദേഹമായിരുന്നു പിൽക്കാലത്ത് എല്ലാ KG ജോർജ് ചിത്രങ്ങളുടെയും ഫാസിൽ ചിത്രങ്ങളുടെയും മാനേജർ. ഇനി ആ സംഭവ കഥയിലേക്ക് കടക്കാം. സ്റ്റൈൽ ആൻഡ് ലുക്കുള്ള ഒരു സംവിധായകൻ സിനിമ തുടങ്ങുന്നു. അത്യാവശ്യം താരനിരയുള്ള ഒരു സിനിമ. ലത്തീഫ് കെ ആണ് അതിന്റെ മാനേജർ. ഷൂട്ടിംഗ് തുടങ്ങി. ഷൂട്ടിംഗ് മുന്നോട്ട് നീങ്ങുന്നില്ല. കാരണം സംവിധായകന് ആകെ കൺഫ്യൂഷൻ. മുൻ പരിചയങ്ങളൊന്നുമില്ല, ലുക്ക് മാത്രമേ ഉള്ളൂ. ഇപ്രകാരമാണെങ്കിൽ സംഗതി മുഴുവൻ കുഴയുമല്ലോ എന്ന് മനസ്സിലാക്കിയ ലത്തീഫ് ക സംവിധായകനോട് ഒരു ഐഡിയ പറഞ്ഞു. 2 ദിവസത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെക്കുക. സ്ക്രിപ്റ്റിൽ കുറച്ച് തിരുത്തലുകൾ ആവശ്യമുണ്ടെന്നുള്ള കാരണം പറയുക. അപ്പോഴേക്കും ഞാൻ പോയി മദ്രാസിൽ ചെന്ന് നല്ലൊരു അസോസിയേറ്റിനെ കൂട്ടിക്കൊണ്ടുവരാം. അനുഭവങ്ങൾ കൂടുതലുള്ള സീനിയറായ ലത്തീഫ് കായെ അനുസരിക്കാതിരിക്കാൻ സംവിധായകന് നിവൃത്തിയില്ലാതായി. ലത്തീഫ് ക അന്ന് രാത്രി തന്നെ മദ്രാസിലേക്ക് വണ്ടി കയറി. മദ്രാസിലെത്തിയ ലത്തീഫ് ക നേരെ ചെന്നത് തന്റെ 2 സുഹൃത്തുക്കൾ താമസിക്കുന്ന ലോഡ്ജിലേക്കാണ്. അവർ 2 പേരും പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് സംവിധാനം പഠിച്ചിറങ്ങിയവരായിരുന്നു. ഇപ്പോൾ പണിയൊന്നുമില്ലാതെ റൂമിൽ കിടന്ന് അവർ ഉറങ്ങുകയായിരുന്നു. ലത്തീഫ് ക അവരെ 2 പേരെയും വിളിച്ചുണർത്തി ഒരു കോൾ ഉണ്ടെന്ന് പറഞ്ഞ് കുളിപ്പിച്ച് റെഡിയാക്കി വയറ് നിറയെ ഭക്ഷണവും വാങ്ങിക്കൊടുത്ത് നേരെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ അവരെ സംവിധായകനോടൊപ്പം നിർത്തി ഷൂട്ടിംഗ് ആരംഭിച്ചു. 2 അതിഭയങ്കര ബുദ്ധിജീവികളാണ് ഒന്നും അറിയാത്ത സംവിധായകന് തുണയായി വന്നതെന്ന് ഓർക്കണം. അങ്ങനെ ഭംഗിയായി ഷൂട്ടിംഗും കഴിഞ്ഞു. ആ ചിത്രം റിലീസും ചെയ്തു. ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള നാഷണൽ അവാർഡ് ആ ചിത്രത്തിന് ലഭിക്കുകയും ചെയ്തു. അന്ന് അവിടെ സഹായിക്കാൻ വന്ന മിടുക്കന്മാരായ 2 അസോസിയേറ്റുകളുടെ പേരാണ് ഒരാൾ ജോൺ എബ്രഹാം, രണ്ടാമത്തെ ആളാണ് KG ജോർജ്. ഇവിടെ ദീർഘവീക്ഷണമുള്ള ഒരു പ്രൊഡക്ഷൻ മാനേജർ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഇവിടെ ലത്തീഫ് ക പറഞ്ഞതുപോലെ വളരെ നല്ലൊരു കാര്യമാണ് അഹാനയും സംവിധായകനോട് പറഞ്ഞത്. അത് 100% തന്റെ തൊഴിലിനോടുള്ള നീതി പുലർത്തൽ കൂടിയാണെന്ന് ഓർക്കണം. ഇതൊന്നും നാൻസി റാണി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ ചെവിക്കൊണ്ടില്ല എന്ന് മാത്രമല്ല, ഷൂട്ടിംഗ് വേളകളിൽ കൂട്ടുകാരുമൊത്ത് കാരവനിൽ പോയിരുന്ന മദ്യപാനവും മറ്റാഘോഷങ്ങളുമായി ഷൂട്ടിംഗ് ശ്രദ്ധിക്കാതെ അങ്ങനെ നാളുകൾ കഴിഞ്ഞു. ഉപദേശിക്കാൻ ചെന്ന അഹാന കടുത്ത ശത്രുവായി മാറുകയും ചെയ്തു. അതിന്റെ വിരോധം തീർക്കാനും പൊതുസമൂഹത്തിന്റെ മുൻപിൽ അവരെ അവഹേളിക്കാനുമായി പടച്ചിറക്കിയ കല്ല് വെച്ച നുണയായിരുന്നു അഹാന മയക്കുമരുന്നിന് അടിമയാണ് എന്നുള്ള കഥ. പിന്നീട് കലിപ്പ് തീർത്തത് അഹാനയുടെ ശബ്ദം മറ്റൊരാളെ വെച്ച് ഡബ്ബ് ചെയ്യിപ്പിച്ചുകൊണ്ടാണ്. അഹാനയെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിച്ചതും മറ്റൊരാളെ വെച്ച് തന്റെ വോയിസ് ഡബ്ബ് ചെയ്യിപ്പിച്ചതും ഇതിനോടകം അഹാന അറിഞ്ഞു കഴിഞ്ഞിരുന്നു. അഹാനയ്ക്ക് കൊടുത്ത ശബ്ദം കുളമായപ്പോൾ വീണ്ടും അഹാനയെ കൊണ്ട് ഡബ്ബ് ചെയ്യിക്കുന്നതിനായി സംവിധായകന്റെ ഭാര്യ അഹാനയുടെ അമ്മയെ ഫോണിൽ വിളിക്കുന്നു. പടം ഡബ്ബ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. എന്നാൽ മറ്റാരെയോ വെച്ച് ഡബ്ബ് ചെയ്ത് കുളമാക്കിയ വിവരം അഹാനയുടെ അമ്മ അങ്ങോട്ട് ചോദിക്കുന്നു. അങ്ങനെ വാക്കുതർക്കങ്ങൾ വഴക്കിലേക്ക് നീങ്ങുന്നു. ലൊക്കേഷനിൽ സംവിധായകന്റെ മദ്യപാനത്തെക്കുറിച്ച് അഹാനയുടെ അമ്മ ചോദിക്കുന്നു. അതിന് മറുപടിയായി സംവിധായകന്റെ ഭാര്യ പറഞ്ഞത്, എന്റെ ഭർത്താവ് മദ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, നിങ്ങളുടെ മകൾ ലഹരിക്കടിമയല്ലേ എന്നായിരുന്നു മറുചോദ്യം. സ്വന്തം മകളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പടച്ചുവിട്ടപ്പോൾ അവർ കൂടുതലൊന്നും സംസാരിക്കാതെ ഫോൺ കട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അതോടുകൂടി ഈ പടവുമായും അവരുമായും ഉള്ള ബന്ധത്തിന് എന്നേക്കുമായി തിരശ്ശീല വീണു. പിന്നീട് സംവിധായകന്റെ മരണത്തിന് ശേഷം പടത്തിന്റെ പ്രമോഷന് വേണ്ടി അഹാനയെ വിളിച്ചപ്പോൾ അവർ ചെന്നില്ല. അപ്പോൾ സംവിധായകന്റെ ഭാര്യ സോഷ്യൽ മീഡിയയിലൂടെ അഹാനയ്ക്കെതിരെ രൂക്ഷമായ ഭാഷയിൽ പ്രതികരിച്ചു. അഹാന പ്രൊഫഷണൽ അല്ല എന്നും സഹാനുഭൂതി ഇല്ലാത്ത, ധാർമ്മികത ഇല്ലാത്ത ആളാണെന്നും അവർ പ്രചരിപ്പിച്ചു. അതിന് മറുപടിയായി അഹാന വളരെ വിശദമായി 9 പേജ് അടങ്ങുന്ന ഒരു വിവരണം ഇൻസ്റ്റാഗ്രാമിലൂടെ പുറത്തുവിട്ടു. എന്തുകൊണ്ട് അഹാന പ്രതികരിക്കുന്നില്ല, എന്തുകൊണ്ട് അഹാന പ്രമോഷന് പങ്കെടുക്കുന്നില്ല എന്നതിനൊക്കെയുള്ള ഉത്തരം അതിനകത്തുണ്ടായിരുന്നു. അഹാനയുടെ ആ പോസ്റ്റ് വായിക്കുന്നവർക്ക് തോന്നുന്ന ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ഒരു പെണ്ണിന്റെ ആത്മാഭിമാനത്തിന് മുൻപിൽ ആരുടെ പ്രമോഷൻ, എന്ത് പ്രമോഷൻ? ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ആത്മാഭിമാനവും നിലപാടുമുള്ളവർ എടുക്കേണ്ട ധീരമായ നിലപാടാണ് അഹാന സ്വീകരിച്ചതെന്ന് നിസ്സംശയം പറയാം. അഹാന വെളിപ്പെടുത്തിയ പല കാര്യങ്ങളും എന്റെ അന്വേഷണത്തിൽ സത്യമാണെന്ന്
എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ വെളിപ്പെടുത്തിയതിനേക്കാളും ഞെട്ടിക്കുന്ന ചില രഹസ്യങ്ങൾ അഹാന മറച്ചു വെച്ചിട്ടുണ്ടെന്നും എനിക്കറിയാൻ കഴിഞ്ഞു. അതിപ്പോൾ വെളിപ്പെടുത്താത്തത് മരിച്ചുപോയ ആളിനോടുള്ള സഹാനുഭൂതിയും അനുകമ്പയും കൊണ്ട് മാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആവശ്യമില്ലാതെ പ്രകോപനങ്ങൾ ഉണ്ടാക്കിയാൽ ഒരുപക്ഷെ ആ കുട്ടി അതും വെളിപ്പെടുത്തിയെന്ന് വരാം. എല്ലാ സ്നേഹവും സ്നേഹമല്ല എന്നും ഭീകരമായ വിധത്തിൽ വേദനിപ്പിക്കാൻ ഉഗ്രശേഷിയുള്ള ജീവിയാണ് മനുഷ്യരെന്നും തിരിച്ചറിയാൻ എത്ര വേഗം കഴിയുന്നുവോ അത്രയും നല്ലത്. നിർത്തുന്നു. നന്ദി, നമസ്കാരം.